ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലിയോട്രോപ്പി എന്താണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പ്ലിയോട്രോപ്പി എന്നോ അതിന്റെ രണ്ട് എക്സാമ്പിൾസും ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഈ പ്ലിയോൺ എന്ന് പറയുന്ന വാക്കിനർത്ഥം മോർ എന്നാണ്. അപ്പൊ അതിൽ നിന്നുമാണ് പ്ലിയോട്രോപ്പി ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ നോക്ക്, എന്താണ് പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീന് ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. സോ ഒരു ജീന് ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാം. ഒരു ജീന് ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുക, അല്ലേ? അപ്പൊ നോക്ക്, ഞാനിവിടെ ഒരു ജീൻ എടുത്തു, അയാൾക്ക് 3 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ ജീന് ഷോസ് പ്ലിയോട്രോപ്പി, അല്ലെങ്കിൽ ദിസ് ഈസ് എ പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് നമ്മൾ പറയും. നമ്മളുടെ എല്ലാ മെറ്റബോളിക് അല്ലെങ്കിൽ ബയോകെമിക്കൽ പ്രോസസ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒരുപാട് ലീനിയർ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് എ എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റ് ബി ആയി മാറും, ബി എന്ന് പറയുന്ന ആള് സി ആയി മാറും, സി എന്ന് പറയുന്ന ആള് ഡി ആയി മാറും. നമ്മളുടെ എല്ലാ ബയോകെമിക്കൽ പ്രോസസ്സും റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എൻസൈംസ് ആണ് നമുക്കറിയാം. സേ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ആളെ ബി ആക്കാൻ ഒരു എൻസൈം വേണം എന്ന് വിചാരിച്ചോ. ഒരു എൻസൈം വേണം എന്ന് വിചാരിക്കുക. അപ്പൊ ഈ എൻസൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പോ എ എന്ന് പറയുന്ന ഒരാള് ബി ആക്കാൻ എൻസൈം വേണം. ഈ എൻസൈം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീൻ എവിടെ നിന്നാ ഉണ്ടാവുക? ഒരു ജീൻ എക്സ്പ്രസ് ചെയ്തിട്ടാണല്ലോ ഈ പ്രോട്ടീൻ, ഈ എൻസൈം ഉണ്ടാവുക. അപ്പൊ നോക്ക്, ഈ എ എന്ന് പറഞ്ഞ ആള് ബി ആയി മാറണമെന്നുണ്ടെങ്കിൽ ഈ ജീന് വേണം എന്നല്ലേ അർത്ഥം. അപ്പൊ ഈ ബി എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിന് പല എഫക്റ്റ് നമ്മളുടെ ഫീനോടൈപ്പിൽ ഉണ്ടാവും, ശരിയല്ലേ? യെസ്. അപ്പൊ ഈ ജീന് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഒരു എൻസൈം ഉണ്ടാവുക. അത് ഉണ്ടെങ്കിൽ മാത്രമേ ബി ആവുള്ളൂ. ആ ബി കൺട്രോൾ ചെയ്യുന്ന പല ഫീനോടൈപ്പും ഉണ്ടാവും. ഇനി ബി ഉണ്ടായാൽ മാത്രമല്ലേ ബി സി ആവുള്ളൂ. അപ്പൊ സിക്ക് പല എഫക്റ്റും ഉണ്ടാവില്ലേ, ശരിയല്ലേ? ഇനി സി ഉണ്ടായാൽ മാത്രമല്ലേ ഡി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിക്ക് പല ഫീനോട്ടിപ്പിക് എഫക്റ്റ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? അപ്പൊ നോക്ക്, ഈ ജീന് ആക്ച്വലി ഡയറക്ട്ലി നമ്മൾ ബീനെ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ബി കാരണം ഉണ്ടാകുന്ന ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇൻഡയറക്ട്ലി ബി ഉണ്ടായാലേ സി ഉണ്ടാവുള്ളൂ. അപ്പൊ സിന്റെ എഫക്റ്റും ആര് കാരണം ഉണ്ടാവുന്നത്? ജീന്, ഈ പറയുന്ന ജീനിന് ഒരു റോൾ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമിലർലി അവിടെ ഡിക്കും ഒരു ഫീനോട്ടിപ്പിക് എഫക്റ്റ് ഉണ്ട് എങ്കിൽ അതും കൺട്രോൾ ചെയ്യുന്നത് ആരാ എന്ന് നമ്മൾ പറയേണ്ടി വരും. ജീന് ഈ ജീനാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ നോക്ക്, ഇവിടെ ഈ ജീനിന് ഒരു പ്രശ്നം പറ്റിയാൽ, ഒരു മ്യൂട്ടേഷൻ പറ്റിയാൽ അത് എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാക്കുക? ബി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവാത്തത് കൊണ്ടുള്ള ഒരു എഫക്റ്റ് അയാൾക്ക് ഉണ്ടാവും. ആൻഡ് ബിയിൽ നിന്നുമാണ് സി ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ സി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ സി ഉണ്ടാവാത്തത് കൊണ്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. ആൻഡ് സി ഉണ്ടാവില്ലെങ്കിൽ ഡി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഡി ഉണ്ടാവാത്തത് കൊണ്ടുള്ള ഒരു ഇഫക്റ്റും ഉണ്ടാവും. അപ്പൊ ഒരു ജീന് തന്നെ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ജീന് കൺട്രോൾ മെനി ക്യാരക്ടർ, ഇറ്റ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. അപ്പൊ എന്താണ് പ്ലിയോട്രോപ്പി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി പ്ലിയോട്രോപ്പിക്ക് ഉള്ള 2 എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഫിനൈൽ കീറ്റോൺ യൂറിയ ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. അത് എന്താണെന്നുള്ളതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഏത് കാറ്റഗറിയിൽ പെട്ട രോഗമാണെന്നൊക്കെ നമ്മൾ ഇനി അടുത്തത് പഠിക്കും. ഇവിടെ എന്താണ് പ്ലിയോട്രോപ്പി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ആണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഒരു അമിനോ ആസിഡ് ആണ് ഫിനൈൽ അലാനിൻ, അല്ലെ? ഫിനൈൽ അലാനിൻ. ഈ ഫിനൈൽ അലാനിൻ നമുക്ക് എവിടുന്നാ കിട്ടുക? ഡയറ്ററി പ്രോട്ടീൻസ് എന്നാണ് നമ്മൾ കിട്ടുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഫിനൈൽ അലാനിനെ നോർമലി ടൈറോസിൻ എന്ന് പറയുന്ന ആളാക്കി മാറ്റണം, ടൈറോസിൻ ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു എൻസൈം ഉണ്ട്, അയാളാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഈ എൻസൈം, അതായത് ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്, അയാളെ കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. യെസ്, ഈ ജീൻ എക്സ്പ്രസീബിൾ ആണ് ഈ പ്രോട്ടീൻ, ഈ എൻസൈം ഉണ്ടാവുന്നത്. അങ്ങനെ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം.
ഈ ടൈറോസിനേസ് എന്ന് പറഞ്ഞ എൻസൈം അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോഴാണ് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ടാവുന്നത്. മെലാനിൻ എന്ന് പറയുന്നത് എന്താണ്? പിഗ്മെന്റ് ആണ്. ഈ പിഗ്മെന്റ് ആണ് നമ്മുടെ ബോഡിക്ക്, സ്കിന്നിനൊക്കെ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോ ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറഞ്ഞ ഈ അസുഖം ഉണ്ടാവുന്ന സമയത്ത് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞ ഈ എൻസൈം ഉണ്ടാവാതെയാവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസിനെ കോഡ് ചെയ്യുന്ന ഈ ജീൻ ഉണ്ടല്ലോ, അതിനൊരു മ്യൂട്ടേഷൻ വന്ന് ഈ സിംഗിൾ ജീന് ഡിഫക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു സിംഗിൾ ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുക? ഫിനൈൽ അലാനിനെ പിന്നെ ടൈറോസിനായിട്ട് കൺവേർഷൻ നടക്കില്ല. പിന്നെ നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിൽ പഠിക്കുന്ന ഒരു പാത്വേ ഉണ്ട്. പിന്നെ ഈ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ആള് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിനൈൽ പൈറൂവിക് ആസിഡ്. അങ്ങനെ നമുക്ക് മെന്റൽ റിട്ടാർഡേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അവിടെ പഠിക്കും. ഞാൻ ഇവിടെ പ്ലിയോട്രോപ്പി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ, ആ പാത്വേയിലേക്കൊന്നും പോകുന്നില്ല. ഈ ഫിനൈൽ അലാനിൻ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ മെന്റൽ റിട്ടാർഡേഷൻ പോലെയുള്ള സിംറ്റംസ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാ എന്നുള്ളത് നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ സമയത്ത് പഠിക്കാം. ഫിനൈൽ പൈറൂവിക് ആസിഡ് ആയി ഫിനൈൽ അലാനിൻ ഫിനൈൽ പൈറൂവിക് ആസിഡ് ആയി മാറുന്നത് കൊണ്ടാണ്. ഓക്കെ. പക്ഷെ അവിടെ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്ന ഒരു സിംറ്റം മാത്രമല്ല ഉണ്ടാവുക. ഓക്കെ, ഈ പറയുന്ന ആൾ ഇല്ലാതെ ആവുമ്പോഴേക്ക് ടൈറോസിൻ ഉണ്ടാവില്ല. ടൈറോസിൻ ആണ് മെലാനിൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ടൈറോസിൻ ആണ് മെലാനിൻ പിഗ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിനൈൽ കീറ്റോൺ യൂറിയ ഉള്ള ആൾക്ക് മെന്റൽ റിട്ടാർഡേഷൻ മാത്രമല്ല സിംറ്റം, സ്കിന്നിന്റെ ഒക്കെ പിഗ്മെന്റേഷൻ കുറഞ്ഞു വരും. ഹൈപ്പോ പിഗ്മെന്റേഷനും സംഭവിക്കും. സ്കിന്നിന്റെ ഒക്കെ പിഗ്മെന്റേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഒരു സിംഗിൾ ജീനാണ് മൾട്ടിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതായത് ഒരു സിംഗിൾ ജീനിന്റെ മ്യൂട്ടേഷൻ കാരണം ഒരാളുടെ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്കിൻ കളറിന്റെ, സ്കിൻ പിഗ്മെന്റേഷനെ അത് ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ജീന് ഒരു പ്ലിയോട്രോപിക് ജീനാണെന്നല്ലേ അർത്ഥം? അയാൾക്ക് ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം? അപ്പം ഈ ജീന് കൺട്രോളിങ് ഫിനൈൽ കീറ്റോൺ യൂറിയന്റെ ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ഉണ്ടാക്കുന്ന ഈ ജീൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പ്ലിയോട്രോപിക് ജീൻ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്ലിയോട്രോപ്പിന്റെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. എക്സാമ്പിൾ നമ്പർ 2. എന്താണ് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ, ഈ എക്സാമ്പിൾ ഉള്ളത് പീ പ്ലാന്റിലാണ്. ഓക്കെ, പീ പ്ലാന്റിന്റെ അകത്ത് ഒരു ജീൻ ഉണ്ട്. ആ ജീനിനെ ഞാൻ ബി ജീൻ എന്ന് വിളിക്കുകയാണ്. ബി ജീൻ എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ട്. ഈ ജീനിന് 2 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ജീൻ കൺട്രോൾസ് 2 ക്യാരക്ടർ, അതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയാം. ശരിയല്ലേ? മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് പ്ലിയോട്രോപിക് ജീൻ എന്ന് പറയുക. അപ്പൊ നമുക്ക് 2 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സീഡ് ഷേപ്പ് ആണ്. ഓക്കെ, അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിസ് ആണ്. സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിസ് ആണ്. സോ ഇതാണ് 2 ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആ പീ പ്ലാന്റിന്റെ അകത്ത് ഒരു ജീൻ ഉണ്ട്, അതിനെ ഞാൻ ബി ജീൻ എന്ന് വിളിക്കുകയാണ്. ആ ജീന് കൺട്രോൾസ് 2 ക്യാരക്ടർ. ഒന്ന് സീഡിന്റെ ഷേപ്പ് ആൻഡ് അതർ വൺ ഈസ് സ്റ്റാർച്ച് ഗ്രെയിൻ്റെ സിന്തസിസ്. അപ്പൊ നോക്ക്, ഇത് ബി ജീൻ ആണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 2 ടൈപ്പ് അല്ലീൽസ് ഉണ്ടാവുമല്ലോ അല്ലെ? ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന അല്ലീലുണ്ട്, സ്മോൾ ബി എന്ന് പറയുന്ന അല്ലീലുണ്ട്. ക്ലിയർ? ഇനി നോക്ക്, ഈ ആള് സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നോക്ക്, അപ്പൊ ഒരു ഇൻഡിവിജ്വൽ പ്ലാന്റ് ക്യാപിറ്റൽ ബി ആണ് എന്നുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ പീ പ്ലാന്റിന്റെ അകത്തുള്ള ഷേപ്പ് എന്ന് പറയുന്നത്, സീഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആണ്. ക്ലിയർ? ഓക്കെ. ഇനി സ്മോൾ ബി ആണെന്നുണ്ടെങ്കിൽ അയാള് റിങ്കിൾഡ് ആയിട്ടുള്ള ഷേപ്പ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഒരുമിച്ച് വന്നാലും അയാള് റൗണ്ട് ഷേപ്പ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ക്യാപിറ്റൽ ബി അല്ലീൽ എന്ന് പറയുന്നത് ഇവിടെ എന്താ കാണിക്കുന്നത്? ഇവിടെ ഡോമിനൻസ് ആണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇവിടെ ഡോമിനന്റ് അല്ലീലാണ്, ഡോമിനൻസ് ആണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് കാണിക്കുന്നത് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ഈ ബി ജീന് കൺട്രോൾ സീഡ് ഷേപ്പ്. ഇനി അടുത്തൊരു ക്യാരക്ടർ എന്താ കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റാർച്ച് ഗ്രെയിൻ്റെ സിന്തസിസ് അല്ലേ?
ഓക്കെ, അപ്പൊ നോക്ക്, ഈ പീ പ്ലാന്റിന്റെ സീഡിൽ സിന്തസൈസ് ചെയ്യുന്ന സ്റ്റാർച്ചിന്റെ എമൗണ്ട്, ആ സ്റ്റാർച്ചിന്റെ രീതി, സ്റ്റാർച്ച് എത്രത്തോളം ലാർജ് ആണ്, സ്മോൾ ആണ് എന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ബി ജീന് തന്നെയാണ്. നോക്ക്, ഇവിടെ ക്യാപിറ്റൽ ബി ആണ് ഒരു പ്ലാന്റിൽ വരുന്നത് എങ്കിൽ ആ പ്ലാന്റിന്റെ, ആ പീ പ്ലാന്റിന്റെ സീഡിൽ സിന്തസൈസ് ചെയ്യുന്ന സ്റ്റാർച്ച് ഗ്രെയിൻ എന്ന് പറയുന്നത് ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ്. ഓക്കെ, ഇനി സ്മോൾ ബി ആണെന്നുണ്ടെങ്കിൽ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്താണ് സിന്തസൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് നമ്മൾ പെട്ടെന്ന് പറയും ലാർജ് ആണ് എന്ന് പറയും. അവിടെ നമ്മൾ എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അവിടെ ഡോമിനൻസ് ആണ് കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഒരുമിച്ച് വരുന്ന ഒരു പീ പ്ലാന്റിൽ സിന്തസൈസ് ചെയ്യുന്ന സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇന്റർമീഡിയറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ഇവിടെ ഉള്ള ഡോമിനൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണോ, സ്മോൾ ബി കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണോ? അല്ല, ഇവിടെ എന്ത് കാണിക്കുന്നില്ല, കംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നില്ല. സോ ദിസ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ശരിയല്ലേ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ഈ പറയുന്ന എക്സാമ്പിളിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. ശരിയല്ലേ? യെസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, പീ പ്ലാന്റിന്റെ അകത്ത് ഒരു ജീൻ ഉണ്ട്, ബി ജീൻ എന്ന് ഞാൻ പേരിട്ട് വിളിച്ചു. ഈ ജീനിന് 2 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. സീഡ് ഷേപ്പിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആൻഡ് സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിസും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നോക്ക്, ഈ ബി ജീന് എങ്ങനെയാണ് സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ പറയാൻ പോവാണ്. അതായത് 2 അല്ലീൽസ് ആണുള്ളത്, ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ബി. ക്യാപിറ്റൽ ബി വന്നാൽ റൗണ്ട് സീഡ് ഷേപ്പ് ആയിരിക്കും. സ്മോൾ ബി വന്നാൽ റിങ്കിൾഡ് സീഡ് ഷേപ്പ് ആയിരിക്കും. ആൻഡ് ക്യാപിറ്റൽ ബി സ്മോൾ ബി ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിലും റൗണ്ട് സീഡ് ഷേപ്പ് ആയിരിക്കും. അതിന്റെ അർത്ഥം ഇവിടെ ക്യാപിറ്റൽ ബി ഈസ് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ബി എന്നാണ്. ഓക്കെ, ഇനി സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ബി ആണെങ്കിൽ വലിയ സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും, സ്മോൾ ബി ആണെങ്കിൽ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും. ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഒരുമിച്ച് വരുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അതിന്റെ അർത്ഥം ക്യാപിറ്റൽ ബി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ഓവർ സ്മോൾ ബി. ക്ലിയർ ആണല്ലോ? ഇവിടെ കാണിക്കുന്നത് എന്താ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഈ ബി ജീന് 2 ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്, പ്ലിയോട്രോപ്പിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഒരേ ജീനിന്റെ 2 അല്ലീൽസ് ആണ് ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും. ശരിയാണല്ലോ? ഈ ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും ഒരു സ്ഥലത്ത് ഡോമിനൻസ് കാണിക്കുന്നു, ഒരു ക്യാരക്ടർ എടുത്തു നോക്കുമ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ജീനിന്റെ ഫിക്സ്ഡ് പ്രോപ്പർട്ടി അല്ല അതിന്റെ ഡോമിനൻസ് എന്നാണ്. അത് കോണ്ടെക്സ്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഫീനോടൈപ്പിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതായത് സീഡ് ഷേപ്പ് ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ബി ഈസ് എ ഡോമിനന്റ് അല്ലീൽ. അതേപോലെ സ്റ്റാർച്ച് ഗ്രെയിൻ സിന്തസിസ് ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ബിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഒരു ജീനിന്റെ ഓട്ടോണോമിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല ഡോമിനൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫിക്സ്ഡ് പ്രോപ്പർട്ടി അല്ല, കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആണ് ഡോമിനൻസ്. ഏത് ഡോമിനൻസ് ആണ് കാണിക്കുക എന്നുള്ളതും ഇതിന്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്ലിയോട്രോപ്പി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്ലിയോട്രോപ്പിന്റെ 2 എക്സാമ്പിൾസും നമ്മൾ കണ്ടു. അപ്പൊ പ്ലിയോട്രോപ്പി എന്താണെന്ന് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.